രണ്ടാം കോണ്ടിനൽ കോൺഗ്രസിൻ്റെ സൈന്യത്തിന് തലവനായി തിരഞ്ഞെടുത്താരായിരുന്നു? ജോർജ് വാഷിങ്ടൺ. ജോർജ് വാഷിങ്ടനെ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ആരാണ് നിയമങ്ങളുടെ നേതാവ്? ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം എഴുതുക. ആരാണ്? നിയമങ്ങളുടെ ആത്മാവ്. നേതാവല്ല, ആത്മാവ് കേട്ടോ. നേതാവെന്ന് ഞാൻ ആളിനെ പറയാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ മോണ്ടസ്ക്യൂ ആണ്. നിയമങ്ങളുടെ ആത്മാവ് എഴുതിയ ആരാണ്? മോണ്ടസ്ക്യൂ ആണ്. നിയമങ്ങളുടെ ആത്മാവ് മോണ്ടസ്ക്യൂ ആണ് എഴുതിയത്. നിയമങ്ങളുടെ ആത്മാവ് ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം എഴുതിയ ആരാണ്? മോണ്ടസ്ക്യൂ ആണ്. ദ സ്പിരിറ്റ് ഓഫ് ലോസ് എഴുതിയത് മോണ്ടസ്ക്യൂ ആണ്. അടുത്ത നോക്കാം. ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിൻവാങ്ങിയ ഉടമ്പടിയുടെ പേരെന്താണ്? ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിൻവാങ്ങിയ ഉടമ്പടിയുടെ പേര് എന്താണ്? സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഉടമ്പടി, ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടി, വെർസൽസ് ഉടമ്പടി, സെൻറ്റ് ജെർമെയിൻ ഉടമ്പടി. ഇതിൽ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ആയിട്ടുള്ള ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടിയാണ് ആൻസർ. അതായത് ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിൻവാങ്ങിയ ഉടമ്പടിയുടെ പേരെന്താണ്? ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടി. റഷ്യ പിൻവാങ്ങിയ ഉടമ്പടിയാണിത്. ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടി എന്ന് പറയുന്നത്. ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടി എന്ന് പറയുന്നതാണ് റഷ്യ പിൻവാങ്ങിയ ഉടമ്പടി. എന്നാൽ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട സമാധാന സംഘടന ഏതായിരുന്നു എന്ന് നോക്കി വെക്കാം. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട സമാധാന സംഘടന ഏതായിരുന്നു എന്നറിയുമോ? ഏതാണ്? സർവ്വരാജ്യ സഖ്യം. സർവ്വരാജ്യ സഖ്യമാണ് ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട സമാധാന സംഘടന. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻസിൽ കാനിങ് പ്രഭു, ഡൽഹൌസി പ്രഭു, എൽജിൻ പ്രഭു, ലിട്ടൺ പ്രഭു എന്നിവരുണ്ട്. ആൻസർ ഏതാണ്? ആൻസർ കാനിങ് പ്രഭുവാണ് ആൻസർ. കാനിങ് പ്രഭുവാണ് 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ആരാണ്? കാനിങ് പ്രഭു ആയിരുന്നു. കാനിങ് പ്രഭു ആയിരുന്നു. കാനിങ് പ്രഭു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കിയ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. ഇന്ത്യൻ പീനൽ കോഡ്, അതുപോലെ ഇന്ത്യൻ ഹൈക്കോടതി നിയമം പാസ്സാക്കിയത് ആരാണ്? കാനിങ് പ്രഭുവാണ്. പീനൽ കോഡും ഹൈക്കോടതി നിയമവും ആരുടെയാണ്? അപ്പോൾ കാനിങ് പ്രഭുവിൻ്റെത് ആണ്. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്നിട്ട് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയെ നിയമിതനായിരുന്നു ആര്? കാനിങ് പ്രഭു. 1858, നമ്മുടെ ചോദ്യം 57 നോക്കുക. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയ നിയമിതനായിരുന്നു ആര്? കാനിങ് പ്രഭു. അങ്ങനെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം മീൻസ് എന്താണ്? 1857 കലാപകാലത്തെ സമയത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. ആരായിരുന്നു? കാനിങ് പ്രഭു. കാനിങ് പ്രഭുവിന് മറ്റു പ്രത്യേകത എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പീനൽ കോഡ് ഇന്ത്യൻ പീനൽ കോഡ് നിയമം പാസ്സാക്കിയതും അതുപോലെ ഇന്ത്യൻ ഹൈക്കോടതി നിയമം ആര് തന്നെയാണ്? കാനിങ് പ്രഭു ആണ്. കാനിങ് പ്രഭു ആയിരുന്നു. അടുത്തത് 1909 ഗാന്ധിജി എഴുതിയ പുസ്തകമാണ് ഏതൊക്കെയാണ്? ഓപ്ഷൻസ് നോക്കാം. എൻ്റെ ആഫ്രിക്കൻ വർഷങ്ങൾ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, സത്യാഗ്രഹ ഒരു പുതിയ ജീവിത രീതി, ഹിന്ദ് സ്വരാജ്. ആൻസർ ഇത് വരുന്നുണ്ട് ഹിന്ദ് സ്വരാജാണ് 1909 ഗാന്ധിജി എഴുതിയ പുസ്തകം. 1909 ഹിന്ദ് സ്വരാജാണ്. 1909 ഹിന്ദ് സ്വരാജ് ഗാന്ധിജിയുടെ പുസ്തകം. ഇതിൽ നമുക്കുള്ളത് അറിയാം അല്ലേ? അപ്പോൾ 1909 എന്താണ്? ഹിന്ദ് സ്വരാജാണ് എഴുതിയേക്കുന്നത്. അടുത്തത് തൊട്ടുകൂടായ്മയ്ക്കും ജാതിവ്യവസ്ഥയ്ക്കുമെതിരെ പോരാട്ടത്തിൻ്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ്. തൊട്ടുകൂടായ്മയ്ക്കും ജാതിവ്യവസ്ഥയ്ക്കുമെതിരെ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് 1921 തിരുനെൽവേലിയാണ് സ്ഥലം. തിരുനെൽവേലിയിൽ വെച്ചിട്ട് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ് ആരാണ്? ഓപ്ഷൻസ് TM നായർ, C ശങ്കരൻ നായർ, TK മാധവൻ, KP രാമൻ മേനോൻ എന്നിവരാണ്. ആൻസർ അതാണ്. ആൻസർ നമ്മുടെ TK മാധവൻ. ആൻസർ എന്താണ്? TK മാധവൻ. ക്വസ്റ്റ്യൻ നോക്കാം. തൊട്ടുകൂടായ്മയ്ക്കും ജാതിവ്യവസ്ഥയ്ക്കും എതിരായ പോരാട്ടത്തിൽ 1921 തിരുനെൽവേലിയാണ് സ്ഥലം. അവിടെ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ് TK മാധവൻ ആയിരുന്നു. കേരള നേതാവരാണ്? TK മാധവനാണ് കേരള നേതാവ് അല്ലേ?
എന്തിനു വേണ്ടിയായിരുന്നു? തൊട്ടുകൂടായ്മയ്ക്കും ജാതിവ്യവസ്ഥയ്ക്കും എതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായി 1921 തിരുനെല്ലിയിൽ വെച്ചിട്ട് ഗാന്ധിജിയെ കണ്ട കേരള നേതാവാരായിരുന്നു? ടി.കെ. മാധവൻ. ടി.കെ. മാധവൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഓപ്ഷൻസിലെ പട്ടിക നോക്കാം. പട്ടിക 1 ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ, ബി വെസ്റ്റർലൈസ് ഉയർന്ന താപ ഉഷ്ണമേഖല, താഴ്ന്ന ഉപദ്രവം. പട്ടിക 2 കുതിര അക്ഷാംശം പോളാർ ഫ്രണ്ട് 30 ഡിഗ്രിക്കും 60 അക്ഷാംശത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു, ഡോൾഡ്രം. ഇതിൽ ആൻസർ നോക്കാം നമുക്ക്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. നോക്കാം. ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ഏതാണ്? ഡോൾഡ്രമാണ്. ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ഡോൾഡ്രം. വെസ്റ്റർലൈസ് എന്ന് പറയുമ്പോൾ 30 ഡിഗ്രിക്കും മൂന്നാമത്തതാണ് അല്ലേ, 30 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും അക്ഷാംശത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. വെസ്റ്റർലൈസ് എന്ന് പറയുന്നത് 30 ഡിഗ്രി 60 ഡിഗ്രി അക്ഷാംശത്തിന് ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. 30-60 അക്ഷാംശം ഇടയ്ക്ക് വരുന്നതാണ് എന്ത്? വെസ്റ്റർലൈസ്. ഉയർന്ന ഉപ ഉഷ്ണമേഖല കുതിര അക്ഷാംശം. ഉയർന്ന ഉപ ഉഷ്ണമേഖല കുതിര അക്ഷാംശം. താഴ്ന്ന ഉപദ്രുവം ഏതാണ്? പോളാർ ഫ്രണ്ടാണ് താഴ്ന്ന ഉപദ്രവം. അതങ്ങോട്ട് കാണാതെ പഠിക്കാം. താഴ്ന്ന ഉപദ്രവം, പോളാർ ഫ്രണ്ട്. അടുത്തത്, കേരളത്തിലെ റോഡ് സാന്ദ്രത എത്രയാണ്? ആൻസർ ഇതിൽ കറക്റ്റ് റോഡ് സാന്ദ്രത ക്വസ്റ്റ്യൻ തന്നെ ഡിലീറ്റ് ആക്കിയേക്കുവാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻസിൽ ടോപ്പോ ഷീറ്റിൽ ശാശ്വത സ്വഭാവമുള്ള ജലാശയങ്ങൾ കാണിക്കുന്നത് കറുപ്പ് നിറം ഉപയോഗിക്കുന്നു. 1:50,000 സ്കെയിലുള്ള ഒരു ഭൂപടം പ്രതിരോധ സേനകൾ ഉപയോഗിക്കുന്ന ഒരു നിലവാരമുള്ള ടോപ്പോഗ്രാഫിക്കൽ മാപ്പാണ്. പരമ്പരാഗത ചിഹ്നങ്ങൾ എന്നറിയപ്പെടുന്ന ചിഹ്നങ്ങളുടെ സഹായത്തോടെ ഭൂപ്രകൃതി സവിശേഷതകൾ ടോപ്പോ ഷീറ്റിൽ പ്രതിനിധീകരിക്കുന്നു. ഡി. ടോപ്പോ ഷീറ്റിൽ സ്കെയിൽ 1:25,000 അല്ല 2,50,000 2,50,000 മുതൽ 1:25,000 വരെ വ്യത്യാസപ്പെടുന്നു. ഇതിൽ ഏതാണ് ശരി അല്ലേ? ആൻസർ ഓപ്ഷൻ എ ആണ്. ടോപ്പോ ഷീറ്റിൽ ശാശ്വത സ്വഭാവമുള്ള ജലാശയങ്ങൾ കാണിക്കുന്നതിന് കറുപ്പ് നിറം ഉപയോഗിക്കുന്നത് അങ്ങോട്ട് കാണാൻ പഠിക്കുക. ഞാൻ അങ്ങനെയാണ്. ടോപ്പോ ഷീറ്റിൽ ശാശ്വത സ്വഭാവമുള്ള ജലാശയങ്ങൾ കാണിക്കുന്നതിന് എന്താണ്? കറുപ്പ് നിറം. ടോപ്പോ ഷീറ്റിൽ ശാശ്വത സ്വഭാവമുള്ള ജലാശയങ്ങൾ കാണിക്കുന്ന എന്താണ്? കറുപ്പ് നിറം ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസിൽ പുറംതോട്, ആവരണം എന്നിവയ്ക്കിടയിലുള്ള ധാതുക്കളുടെ ഘടനയിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള വിച്ഛേദനത്തിൻ്റെ ഇടുങ്ങിയ മേഖലയെ മോഹോ-റോവിസ്ക് വിച്ഛേദം എന്ന് പറയുന്നു. മോഹോ-റോവിസ്ക് വിച്ഛേദനം എന്ന് പറയുന്നു. പുറംതോട്, മുകളിലെ ആവരണം എന്നിവയെ ഒരുമിച്ച് അസ്തനോസ്ഫിയർ, അത് ഇംഗ്ലീഷിലാകുമ്പോൾ വേഗം വായിച്ചു പോലെ, അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഇവിടെ നോക്കുക, പരിശോധിച്ചിട്ട് 2 പ്രസ്താവന പരിശോധിച്ച് ശരിയായി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം വന്നേക്കുന്നത്. ആൻസർ ഏതാണ് വരിക? ആൻസർ നമുക്ക് ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. പ്രസ്താവന എ ശരിയാണ്, ബി തെറ്റാണ്. എ ശരിയാണ്, ബി തെറ്റായ പ്രസ്താവനയാണ്. എ ശരിയായ പ്രസ്താവന നമുക്ക് നോക്കാം. പുറംതോട്, ആവരണം എന്നിവയ്ക്കിടയിലുള്ള ധാതുക്കളുടെ ഘടനയിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള വിച്ഛേദനത്തിൻ്റെ ഇടുങ്ങിയ മേഖലയെ മോഹോ-റോവിസ്ക് വിച്ഛേദനം എന്ന് വിളിക്കുന്നു. മോഹോ-റോവിസ്ക് വിച്ഛേദനം എന്നാണ് വിളിക്കുക. പുറംതോട്, ആവരണം എന്നിവയ്ക്കിടയിലുള്ള ധാതുക്കളുടെ ഘടനയിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള വിച്ഛേദനത്തിൻ്റെ ഇടുങ്ങിയ മേഖലയെ മോഹോ-റോവിസ്ക് വിച്ഛേദനം എന്ന് വിളിക്കുന്നു. അടുത്തത്, പട്ടികയിൽ താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക.
പട്ടിക 1 ഇന്ത്യയുടെ ധാതു ഹൃദയഭൂമി സിർക്കോണിയം, ഇന്ത്യയുടെ കോട്ടൺ പോളിസ്, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. സെക്ഷൻ 2 വരുന്നത് മുംബൈ, പശ്ചിമ ബംഗാൾ, ചോട്ടനാഗ്പൂർ പീഠഭൂമി, കേരള തീരം. ആൻസർ ഏതാണ് വരിക? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് ഇന്ത്യയുടെ ധാതു ഹൃദയഭൂമി ഇതാണ് ചോട്ട നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു അറിയാം അല്ലേ? എനിക്കറിയാം. ഇന്ത്യയുടെ ധാതു ഹൃദയഭൂമി ചോട്ടനാഗ്പൂർ പീഠഭൂമിയാണ്. ഇന്ത്യയുടെ ധാതു ഹൃദയഭൂമി ചോട്ടനാഗ്പൂർ പീഠഭൂമിയാണ്. ഇന്ത്യയുടെ ധാതു ഹൃദയഭൂമി ചോട്ടനാഗ്പൂർ പീഠഭൂമിയാണ്. സിർക്കോണിയം എന്താണ്? സിർക്കോണിയം കേരള തീരം. സിർക്കോണിയം കേരള തീരം അല്ലേ? അതും അറിയാം. സിർക്കോണിയം കേരള തീരം. സിർക്കോണിയം കേരള തീരം. ഇന്ത്യയുടെ കോട്ടൺ പോളീസ് മുംബൈ അല്ലേ? കോട്ടണോപോളിസ് നഗരം മുംബൈ. ഇന്ത്യയുടെ കോട്ടണോപോളിസ് അല്ലേ? ഇന്ത്യൻ കോട്ടൺ പോളീസ് മുംബൈ. ഇന്ത്യയുടെ കോട്ടൺ പോളീസ് മുംബൈയാണ്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഏതെഴുതാൻ പറ്റും? പശ്ചിമ ബംഗാൾ അല്ലേ? ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പശ്ചിമ ബംഗാൾ. അത് ഈസിയായിരുന്നു. ഇന്ത്യയുടെ ധാതു ഹൃദയഭൂമി ചോട്ട നാഗ്പൂർ പീഠഭൂമി, സിർക്കോണിയം കേരള തീരം, ഇന്ത്യയുടെ കോട്ടൺ പോളീസ് മുംബൈ, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഏതാണ്? പശ്ചിമ ബംഗാൾ. അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇല്ലേ? അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്റ്റീലാണ്. സ്റ്റീൽ കമ്പനി പശ്ചിമ ബംഗാളാണ്. നെക്സ്റ്റ് വരുന്നത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ട്രഷറി ബില്ലുകൾക്ക് ഏതാണ് ശരി? ഇന്ത്യയിലെ ട്രഷറി ബില്ലുകൾക്ക് ഏതാണ് ശരി? ഓപ്ഷൻസിൽ സംസ്ഥാന സർക്കാരാണ് ട്രഷറി ബില്ലുകൾ നൽകുന്നത്. കോൾ ലോണുകളെ അപേക്ഷിച്ച് ട്രഷറി ബില്ലുകൾക്ക് ലിക്വിഡ് കുറവാണ്. ട്രഷറി ബില്ലുകൾ നൽകാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ. ബാങ്കുകൾ നിയമപരമായ ലിക്വിഡിറ്റി അനുപാതത്തിൽ ഉൾപ്പെടുത്തുന്നതിന് ട്രഷറി ബില്ലുകൾ യോഗ്യമല്ല എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. വായിച്ചു നോക്കാം. കോൾ ലോണുകളെ അപേക്ഷിച്ച് ട്രഷറി ബില്ലുകൾക്ക് ലിക്വിഡ് കുറവാണ്. ട്രഷറി ബില്ലുകൾ നൽകാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ. ഇന്ത്യയിലെ ട്രഷറി ബില്ലുകൾ ഏതാണ് ശരി? ഏതൊക്കെയാണ്? 2 കോൾ ലോണുകളെ അപേക്ഷിച്ച് ട്രഷറി ബില്ലുകൾക്ക് ലിക്വിഡ് കുറവാണ്. ട്രഷറി ബില്ലുകൾ നൽകാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ അല്ലേ? അപ്പോൾ കോൾ ലോണുകളും കേന്ദ്ര സർക്കാരിൻ്റെ അറിവ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വരുന്നത്, ഫാക്ടർ ചെലവിൽ GDP എന്തിനു തുല്യമാണ്? ഓപ്ഷൻസിൽ നോക്കാം. വിപണി വിലയിൽ GNB മൈനസ് അറ്റ പരോക്ഷ നികുതി മൈനസ് മൂല്യത്തകർച്ച മൈനസ് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം. വിപണി വിലയിലെ NNP പ്ലസ് മൂല്യത്തകർച്ച മൈനസ് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം മൈനസ് അറ്റ പരോക്ഷ നികുതി. ഫാക്ടർ കോസ്റ്റിലെ NDP പ്ലസ് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം പ്ലസ് മൂല്യത്തകർച്ച പ്ലസ് അറ്റ പരോക്ഷ നികുതി. ഫാക്ടർ കോസ്റ്റിലെ GNB മൈനസ് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം പ്ലസ് മൂല്യത്തകർച്ച മൈനസ് അറ്റ പരോക്ഷ നികുതി. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫാക്ടർ ചെലവിൽ GDP എന്തിനു തുല്യമാണ്? വിപണി വിലയിലെ NNP പ്ലസ് മൂല്യത്തകർച്ച മൈനസ് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം മൈനസ് അറ്റ പരോക്ഷ നികുതി. വിപണി വിലയിലെ NNP പ്ലസ് മൂല്യത്തകർച്ച മൈനസ് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം മൈനസ് അറ്റ പരോക്ഷ നികുതിയാണെന്ത്? ഫാക്ടർ ചെലവിൽ GDP തുല്യമായി വരിക. എങ്ങനെയാണ്? വിപണി വിലയിലെ NNP പ്ലസ് മൂല്യത്തകർച്ച മൈനസ് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം മൈനസ് അറ്റ പരോക്ഷ നികുതിയാണ് GDPക്ക് തുല്യമായി വരിക. അടുത്ത ക്വസ്റ്റ്യൻ, നികുതികളുടെ ഒപ്റ്റിമൽ മിശ്രണം നികുതികളുടെ ഒപ്റ്റിമൽ മിശ്രണം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? നമുക്ക് നോക്കാം. ഓപ്ഷൻസ് നോക്കാം. ഇത് സർക്കാരിന് പരമാവധി നികുതി വരുമാനം നൽകിയിരിക്കുന്നു. ഇത് നികുതി വരുമാനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നു. ഇത് നികുതി മൂലമുണ്ടാകുന്ന അധിക ഭാരം കുറയ്ക്കുന്നു. ഇത് അതിൻ്റെ ഫലത്തിൽ സമ്പദ് വ്യവസ്ഥയെ നിഷ്പക്ഷതയിലാക്കുന്നു. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഇത് നികുതി മൂലമുണ്ടാക്കുന്ന അധിക ഭാരം കുറയ്ക്കുന്നു. ക്വസ്റ്റ്യൻ, നികുതികളുടെ ഒപ്റ്റിമൽ
ഒപ്റ്റിമൽ മിശ്രണം സംബന്ധിച്ച് നികുതികളുടെ ഒപ്റ്റിമൽ മിശ്രണം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവന ശരിയേതാണ്? അപ്പോൾ ഒപ്റ്റിമൽ മിശ്രണം എന്താണ്? നികുതി മൂലമുണ്ടാകുന്ന അധിക ഭാരം കുറയ്ക്കുന്നു. നികുതികളുടെ ഒപ്റ്റിമൽ മിശ്രണം എന്താണ്? നികുതി മൂലമുണ്ടാകുന്ന അധിക ഭാരം കുറയ്ക്കുന്നു. നികുതി മൂലമുണ്ടാകുന്ന അധിക ഭാരം കുറയ്ക്കുന്നതാണെന്ത്? ഒപ്റ്റിമൽ മിശ്രണം എന്ന് പറയുന്നത്. അടുത്തത് വ്യക്തിഗത ഡിസ്പോസിബിൾ വരുമാനം കണക്കാക്കുന്നത്. വ്യക്തിഗത ഡിസ്പോസിബിൾ വരുമാനം കണക്കാക്കുന്നത് സംബന്ധിച്ച് താഴെ പറഞ്ഞവയിൽ ഏതാണ് ശരിയല്ലാത്തത്? വ്യക്തിഗത ഡിസ്പോസിബിൾ വരുമാനം കണക്കാക്കുന്നത് സംബന്ധിച്ച് താഴെ പറഞ്ഞ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻസിൽ ഇതിൽ നിലനിർത്തിയ ലാഭം ഉൾപ്പെടുന്നു, ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഒഴിവാകുന്നു. ഇതിൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഉൾപ്പെടുന്നു, എന്നാൽ വാടകയും പലിശയും ഒഴിവാക്കുന്നു. ഇതിൽ വ്യക്തിഗത നികുതി ഉൾപ്പെടുന്നു, എന്നാൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ ഒഴിവാക്കുന്നു. ഇത് വ്യക്തിഗത നികുതികൾ ഒഴിവാക്കുന്നു, ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. ആൻസർ ഏതാണ് വരിക? ആൻസർ നോക്കാം. ഓപ്ഷൻ സി വരുന്നു. 1, 2, 3 മാത്രമാണെന്ത്? ശരിയല്ലാത്തത്. മനസ്സിലായോ? ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? 1, 2, 3 ശരിയല്ല, 4 ശരിയുള്ളത്. അല്ല, നമുക്കത് വായിച്ച് നോക്കാം. ഇപ്പോൾ നോക്കുക, വ്യക്തിഗത ഡിസ്പോസിബിൾ വരുമാനം എന്നെന്താണ്? വ്യക്തിഗത നികുതികൾ ഒഴിവാക്കുകയും ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. വ്യക്തിഗത നികുതികൾ ഒഴിവാക്കുകയും ഡിസ്പോസിബിളാണ്, ഒഴിവാക്കുകയും ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. അതാണെന്ത്? വ്യക്തിഗത ഡിസ്പോസിബിൾ വരുമാനം. അല്ലേ? അല്ലാത്തത് നമുക്ക് നോക്കണ്ട. ഇപ്പോൾ ആണെന്നുള്ളത് മാത്രം നോക്കി പഠിച്ച് പോവുക. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് സൗകര്യവുമായി LIF ബന്ധപ്പെട്ട സ്വയംഭരണ ദ്രവ്യതയുമായി സംബന്ധിച്ച ശരിയല്ലാത്ത പ്രസ്താവന താഴെ പറഞ്ഞതിൽ ഏതൊക്കെയാണ്? ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് സൗകര്യവുമായി ബന്ധപ്പെട്ട സ്വയംഭരണ ദ്രവ്യതയുമായി സംബന്ധിച്ച ശരിയല്ലാത്ത പ്രസ്താവനകൾ താഴെ പറഞ്ഞവയിൽ ഏവയാണ്? ഓപ്ഷൻസിൽ പണനയ നടപടികളില്ലാതെ വാണിജ്യ ബാങ്കുകളിലേക്ക് ഒഴുകുന്ന പണലഭ്യത, RBIയിൽ നിന്ന് ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കിലേക്കുള്ള പോളിസി ഇൻഡ്യൂസ്ഡ് ഫ്ലോകൾ ഇതിൽ ഉൾപ്പെടുന്നു. കറൻസി അധികാരികൾ എന്ന നിലയിൽ സാധാരണ സെൻട്രൽ ബാങ്കിംഗ് പ്രവർത്തനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോകൾ ഇതിലടങ്ങിയിരിക്കുന്നു. മണി മാർക്കറ്റ് പ്രവർത്തനത്തിൽ നിന്നുണ്ടാകുന്ന സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോകളുടെ ആകെത്തുകയാണിത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 2, 4 മാത്രമാണ് ഏത്? ശരിയല്ലാത്തത്. അല്ലേ? ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് സൗകര്യവുമായി ബന്ധപ്പെട്ട സ്വയംഭരണ ദ്രവ്യതയുമായി സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ് ശരിയല്ലാത്തത്. 2ഉം 4ഉമാണ് ശരിയല്ലാത്തത്. നമുക്ക് 2 ബാക്കി നോക്കാം. അല്ലേ? ഏതൊക്കെയാണ് ശരിയായി വരിക? പണനയ നടപടികളില്ലാതെ വാണിജ്യ ബാങ്കുകളിലേക്ക് ഒഴുകുന്ന പണലഭ്യത. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് സൗകര്യമാണ്. നോക്കുക, ഒന്നുകൂടെ നോക്കാം. പണനയ നടപടികളില്ലാതെ വാണിജ്യ ബാങ്കുകളിലേക്ക് ഒഴുകുന്ന പണലഭ്യത. പിന്നീട് കറൻസി അധികാരികൾ എന്ന നിലയിൽ സാധാരണ സെൻട്രൽ ബാങ്കിംഗ് പ്രവർത്തനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോകൾ ഇതിലടങ്ങിയിരിക്കുന്നു. കറൻസി അധികാരികൾ എന്ന നിലയിൽ സാധാരണ സെൻട്രൽ ബാങ്കിംഗ് പ്രവർത്തനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോകൾ ഇതിലടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടും അതിൽ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് സൗകര്യം ബന്ധപ്പെട്ട് സ്വയംഭരണ ദ്രവ്യതയുമായി സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവയാണത് കേട്ടോ. LIF AF ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടിയന്തര കാര്യങ്ങളെക്കുറിച്ച് താഴെ പറഞ്ഞ പ്രസ്താവന ശരിയാണ്. ഏതൊക്കെയാണ് ശരി വരുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടിയന്തര അധികാരങ്ങളെക്കുറിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് ശരി? ഓപ്ഷൻസിൽ 3 വ്യത്യസ്ത തരത്തിലുള്ള അടിയന്തര അധികാരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. യുദ്ധം, ബാഹ്യാക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവയാൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തിൻ്റെയോ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്താവുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടിയന്തര അധികാരങ്ങളെക്കുറിച്ച് ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ആൻസർ 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണെന്നാണ് പറയുക. 3 വ്യത്യസ്ത തരത്തിലുള്ള അടിയന്തര അധികാരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. യുദ്ധം, ബാഹ്യാക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവയിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തിൻ്റെയോ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്താവുന്നതാണ്. അതാണ് എന്ത്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടിയന്തര അധികാരങ്ങൾ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടിയന്തര അധികാരം അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള
അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ സെവൻത് ഷെഡ്യൂളിലാണ് പറയുന്നത്. സെവൻത് ഷെഡ്യൂളിലാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനം. സെവൻത് ഷെഡ്യൂൾ. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? നോക്കാം ഓപ്ഷൻസ്. പാർലമെൻറ്റിൻ്റെ നിയമപ്രകാരമാണ് NHRC നിയമിച്ചിരിക്കുന്നത്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം. ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്താനുള്ള ഉത്തരവാദിത്തം കമ്മീഷനാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഒരു NHRC എക്സ് ഒഫീഷ്യോ അംഗമാണ്. ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച് രാഷ്ട്രപതിയാണ് NHRC അംഗങ്ങളെ നിയമിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് ശരിയല്ലാത്തത്. ഇവിടെ ഓപ്ഷൻ 1 നോക്കാം. പാർലമെൻറ്റിൻ്റെ നിയമപ്രകാരമാണ് NHRC ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമിച്ചിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്താൻ ഉത്തരവാദിത്തം കമ്മീഷനുണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഒരു NHRC എക്സ് ഒഫീഷ്യോ അംഗമാണ്. എക്സ് ഒഫീഷ്യോ അംഗം എന്ന് പറയുമ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഇവിടെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഒരു NHRC എക്സ് ഒഫീഷ്യോ അംഗം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് പരിചയപ്പെടാം. ആരൊക്കെയാണ്? 1 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ഒരാൾ എക്സ് ഒഫീഷ്യോ അംഗം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ. അടുത്തത് വരുന്നത് പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, പട്ടികവർഗമുണ്ട്. അടുത്തത് എന്താണ്? ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. പിന്നെ വരുന്നത് പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ. പിന്നെ ഒന്ന് NCPCR, ഈ കുട്ടികളുടെ ചിൽഡ്രൻസിനുമായി ബന്ധപ്പെട്ടത്. പിന്നെ ഒന്ന് ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. ഇത്രയുമാണെന്ത് ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ വരുന്നത്. ഇവിടെ വരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ വരുന്നത്. ഓക്കെ. അടുത്തത്, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏതാണത്? ആൻസർ 42 അല്ലേ? 42ാമത്തെ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭേദഗതിയാണത്. അപ്പോൾ 42ാം ഭേദഗതിയാണ് ആൻസർ വന്നേക്കുന്നില്ലേ? ഈ 42ാം ഭേദഗതി എന്ന് പറയുന്നത് എന്താണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ്. അറിയാലോ, മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ് 42ാം ഭേദഗതി. 1976 അല്ലേ? ഏത് കമ്മിറ്റി പ്രകാരമായിരുന്നു വന്നത്? സ്വരൺ സിംഗ് കമ്മിറ്റി അല്ലേ? ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി ഏതൊക്കെ വാക്കുകളാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്ന 3 വാക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ഓർക്കുമല്ലോ. നെക്സ്റ്റ് വരുന്നത്, ഇന്ത്യൻ ഭരണഘടനയിലെ സോഷ്യലിസം എന്ന പദം സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. എല്ലാ ഉൽപ്പാദന മാർഗങ്ങളുടെയും ദേശസാൽക്കരണം, സ്വകാര്യ സ്വത്ത് നിർത്തലാക്കൽ. നെക്സ്റ്റ്, സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെ മാത്രം ദേശസാൽക്കരിക്കുകയും സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുന്നത് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നിവയാണ്. ചോദ്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ സോഷ്യലിസം എന്ന പദം സൂചിപ്പിക്കുന്നതാണ്. ഇന്ത്യൻ ഭരണ സോഷ്യലിസം നോക്കാം. ആൻസർ 2 വരിക. സോഷ്യലിസം എന്താണ്? സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെ മാത്രം ദേശസാൽക്കരിക്കുകയും സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുകയും അതിനു വേണ്ടിയിട്ടും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാണെന്ത്? സോഷ്യലിസം. അതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ സോഷ്യലിസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് എന്താണ്? UPSC, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ, ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ആൻസർ ഏതാണ്? ആൻസർ UPSC ആണ്.
അഖിലേന്ത്യാ സർവീസ് UPSC. നെക്സ്റ്റ്, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാണ് അംഗീകാരം നൽകുന്നത്? ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാണ് അംഗീകാരം നൽകുന്നത്? ഇന്ത്യൻ പാർലമെൻറ്റ്, ഇന്ത്യയുടെ സുപ്രീം കോടതി, ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര സർക്കാർ. ആൻസർ വരുന്നത് എന്താണ്? ആൻസർ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലേ? രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നോർക്കാം. അടുത്തത്, ഒരു പൊതു ഉദ്യോഗസ്ഥൻ തൻ്റെ ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന കമാൻഡ് എന്താണ്? ഒരു പൊതു ഉദ്യോഗസ്ഥൻ തൻ്റെ ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന കമാൻഡ് എന്താണ്? ഏതൊക്കെയാണ് വരിക? ഹേബിയസ് കോർപ്പസ്. ഓപ്ഷൻസിൽ ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോറ്ററി, കോ വാറൻറ്റോ അല്ലേ? ആൻസർ മാൻഡമസ് ആണ്. ഏതാ വന്നത്? മാൻഡമസ്. ഒരു പൊതു ഉദ്യോഗസ്ഥൻ തൻ്റെ ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന കമാൻഡാണെന്ത്? പുറപ്പെടുവിക്കുന്ന കമാൻഡാണ് മാൻഡമസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെൻറ്റ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം. പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെൻറ്റ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം ഏതാണ്? ലോകായുക്ത, ഹൈക്കോടതി, ഇന്ത്യൻ പ്രസിഡൻറ്റ്, ലോക്പാൽ എന്നിവയാണ്. ആൻസർ ലോക്പാലാണ് നമ്മുടെ ആൻസർ. ഏതാണ് അപ്പോൾ? പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെൻറ്റ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം ഏതാണ്? ലോക്പാലാണ് അല്ലേ? ലോക്പാൽ എന്താണ്? ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം കൊടുത്ത പ്രസ്ഥാനം അല്ലെ സ്ഥാപനമാണെന്ത്? ലോക്പാൽ അല്ലേ? ലോക്പാൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ജനസംരംഭകൻ അല്ലേ? ജനങ്ങളെ സംരക്ഷിക്കുക, ജനങ്ങൾക്കെതിരെയുള്ള അഴിമതി അല്ലേ? അപ്പോൾ ജനസംരക്ഷകനാണ് ലോക്പാൽ എന്ന് പറയുന്നത്. ലോക്പാൽ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്? ലോക്പാൽ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്? 2014 ജനുവരി 1. ലോക്പാൽ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്? 2014 ജനുവരി 1. ഈ ലോക്പാൽ ബില്ലിന് വേണ്ടി ഒരാൾ നിരാഹാരം കിടന്നിരുന്നു, ഒരു വ്യക്തി. ആരാണത്? അണ്ണാ ഹസാരെ അല്ലേ? ലോക്പാൽ നിരാഹാരം കിടന്ന ആരാണ്? അണ്ണാ ഹസാരെ അല്ലേ? സംഘടന ഏതായിരുന്നു ഇതിനു വേണ്ടിയുള്ളത്? ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ, ജനതന്ത്ര മോർച്ച, ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ. ഓക്കെ. ഇനി ലോക്പാൽ ബില്ലിൽ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 45. മനസ്സിലായി? ഇനി ലോക്പാലിൽ എത്ര അംഗം ഉണ്ടായിരിക്കണം? 9 പേര് 9 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ചെയർമാൻ ഉൾപ്പെടെ 9 പേര് ലോക്പാൽ ഉണ്ടായിരിക്കണം. ഇനി എന്നാൽ ഈ ലോക്പാൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെൻറ്റ് അംഗത്തിന് എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനമാണ് ലോക്പാലാണ് അല്ലേ? അപ്പോൾ ഈ ലോക്പാൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും നീക്കം ചെയ്യുന്ന അംഗങ്ങളെ നീക്കം ചെയ്യുന്ന ആരാണ്? രാഷ്ട്രപതി. എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം അവിടെ? എപ്പോഴും 9 പേർ, ചെയർമാൻ ഉൾപ്പെടെ 9 പേര് ഉണ്ടായിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് വരുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? 352, 54, 325, 66 ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ 54. ആർട്ടിക്കിൾ ഏതാണ്? 50. ഇന്ത്യൻ ഭരണഘടനയുടെ 54 ആർട്ടിക്കിളാണ് എന്ത് പറയുക? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടാവണമെന്ന് അനുച്ഛേദം 52 അല്ലേ? 52 ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം 52. ഓക്കെ അല്ലേ? ഇനി
തിരഞ്ഞെടുക്കപ്പെടുന്നത് എങ്ങനെയാണ്? 54 ആർട്ടിക്കിൾ അനുസരിച്ചാണ്. ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടക്കുന്നത് 54 ആർട്ടിക്കിൾ അനുസരിച്ചിട്ടാണ് അല്ലേ. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? ഇലക്ടറൽ കോളേജാണ്. ആരൊക്കെയാണ്? ഇലക്ടറൽ കോളേജാണ് എന്ത്? രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക. ഓക്കെ, മതി. നെക്സ്റ്റ്, അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിൻ്റെ പേരെന്താണ്? അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻസിൽ കഥക് ഉണ്ട്, സത്രിയ, ഒഡീസി, ചാവു. ആൻസർ സത്രിയയാണ്. സത്രിയ, അസമിലെ സത്രിയ. നെക്സ്റ്റ്, ദക്ഷിണേന്ത്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്താണ്? ഓപ്ഷൻസ് സമാധാനം, സമൃദ്ധി, പുരോഗതി. നേട്ടവും പുരോഗതിയും വിജയവും സമാധാനവും സമൃദ്ധിയുമാണ്. ആൻസർ നോക്കുക. ആൻസർ ഓപ്ഷൻ എ, സമാധാനം, സമൃദ്ധി, പുരോഗതി. സമാധാനം, സമൃദ്ധി, പുരോഗതി. സമാധാനം, സമൃദ്ധി, പുരോഗതി എന്നിവ ദക്ഷിണേന്ത്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം. സമാധാനം, സമൃദ്ധി, പുരോഗതി ദക്ഷിണേന്ത്യയാണ്. നെക്സ്റ്റ്, എം ഡി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? എം ഡി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 1995. ജ്ഞാനപീഠം 1995 എം ഡി വാസുദേവൻ നായർ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി ഏതാണ്? പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി പുന്നമടക്കായൽ. നെക്സ്റ്റ്, കേരള മൊപ്പസന്റ് എന്നറിയപ്പെടുന്ന ആരാണ്? കേരള മൊപ്പസന്റ് എന്നറിയപ്പെടുന്ന ആരാണ്? ആൻസർ ഏതാണ്? തകഴി ശിവ ശങ്കരപ്പിള്ള. കേരള മൊപ്പസന്റ്. തകഴി ശിവ ഇത് ഇംഗ്ലീഷ് ഭാഷ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. തകഴി ശിവ ശങ്കരപ്പിള്ള. നെക്സ്റ്റ്, കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. ഏത് സ്ഥലമാണ് അത്തച്ചമയം ബന്ധപ്പെട്ടിരിക്കുന്ന ഏത് സ്ഥലമാണ്? ഓപ്ഷൻ ബി ആണ് തൃപ്പൂണിത്തുറ. 2 വർഷത്തോളം ഉണ്ടായിട്ട് എനിക്ക് പക്ഷേ അത്തച്ചമയം കാണാൻ ഭാഗ്യം ഉണ്ടായില്ല. ഏത് സ്ഥലമാണ് അത്തച്ചമയം ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇവിടെ തൃപ്പൂണിത്തുറ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് നാൾ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഏത് സ്ഥലവുമാണ്? എറണാകുളം ജോലി ചെയ്യുന്ന സമയത്താണ് തൃപ്പൂണിത്തുറ ഉള്ള, പക്ഷേ 1 മിനിറ്റ് പോലും റെസ്റ്റില്ലാത്ത ജോലി ആയതുകൊണ്ട് അതൊന്നും കാണാനുള്ള ഭാഗ്യം വന്നില്ല. അത് പോട്ടെ. അപ്പോൾ ഏത് സ്ഥലമാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നത്? തൃപ്പൂണിത്തുറയാണ്. കുച്ചിപ്പുടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? കുച്ചിപ്പുടി എവിടെ ഉത്ഭവിച്ചു? ആന്ധ്രാപ്രദേശ്. ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്കായി നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവൻറ്റിൻ്റെ പേര്? ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്കായി നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവൻറ്റിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻസ് വേനൽക്കാല ഒളിമ്പിക്സ്, സാഫ് ഗെയിമുകൾ, പാരാലിമ്പിക് ഗെയിമുകൾ, ശീതകാല ഒളിമ്പിക്സ്. ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവൻറ്റ് ഏതാണ്? പാരാലിമ്പിക് ഗെയിമുകൾ. ശാരീരിക വൈകല്യമുണ്ടപ്പോൾ പാരാലിമ്പിക് ഗെയിമുകൾ. നെക്സ്റ്റ് വരുന്നത്, ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ഞിക്കുട്ടൻ ആണോ? കുഞ്ചൻ നമ്പ്യാർ. ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാരല്ലേ? അറിയാത്തത് ആരുമില്ലല്ലോ. ഓട്ടം നമ്മൾ തെറ്റിപ്പോകാൻ നമുക്ക് വേണേൽ. കുഞ്ഞിക്കുട്ടൻ അവിടെ കിടപ്പുണ്ട്, കുഞ്ചൻ നമ്പ്യാരും താഴെയുണ്ടല്ലേ. അപ്പോൾ ഓട്ടംതുള്ളൽ ആരാണ്? കുഞ്ചൻ നമ്പ്യാർ അല്ലേ? ഓർക്കണം, നമ്മുടെ മാർഗ്ഗത്തിൽ കിടക്കുന്ന ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. ആകെ പറയുന്നല്ലോ കുഞ്ചൻ നമ്പ്യാർ, തെറ്റിപ്പോകല്ലേ. നെക്സ്റ്റ്, ആമസോൺ കിൻഡിൽ പോലെയുള്ള ഇ ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എന്ത്? ആമസോൺ കിൻഡിൽ പോലെയുള്ള ഇ ബുക്ക് റീഡർമാർ, നമ്മുടെ നെറ്റ് വഴി ഉപയോഗിക്കുന്ന ഇ ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഇ ഇങ്ക് ആണ്. നെക്സ്റ്റ്, ഡാഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല. പ്രോസസ്സർ മാനേജ്മെൻ്റ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല, പ്രോസസ്സർ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ്, ഡാഷ് ഉപകരണത്തിന് വാനിലേക്ക് ലാനിനെ ചേർക്കാനാകും. ഗേറ്റ്വേ. ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഇതിപ്പോൾ വാനും ലാനും അറിഞ്ഞില്ലെങ്കിൽ പോലും ഗേറ്റ്വേ എഴുതാൻ പറ്റും. നെക്സ്റ്റ്,
സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെൻറ്റിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെൻറ്റിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെൻറ്റിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെൻറ്റിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ ഹൈപ്പർ ടെക്സ്റ്റ്. ആൻസർ ഇതാണ് ഹൈപ്പർ ടെക്സ്റ്റ്. നെക്സ്റ്റ്, ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ നയിക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ ഡാഷ് എന്നാണ് വിളിക്കുക. ഓപ്ഷൻസിൽ ഐഡൻറ്റിറ്റി തെഫ്റ്റ്, റാൻസംവെയർ, സ്പ്രൂഫിംഗ്, ഫിഷിംഗ് എന്ന്. ആൻസർ ഏതാണ്? ഫിഷിംഗ് ആണ് ആൻസർ. ഹാക്കർ ഉപയോക്താക്കൾ, ഫിഷിംഗ് ആണ് സൈബർ കുറ്റകൃത്യം. ഇനി മെർക്കുറസ് നൈട്രേറ്റ് എന്ന സംയുക്തം കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. മെർക്കുറസ് നൈട്രേറ്റ് എന്ന സംയുക്തം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആരാണ്? മേഘനാഥ് സാഹെ, പ്രഫുല്ല ചന്ദ്ര റേ, ഹോമി ജെ ഭാഭ, സത്യേന്ദ്രനാഥ് ബോസ്. ആൻസർ ആരാണ്? പ്രഫുല്ല ചന്ദ്ര റേ. മെർക്കുറസ് നൈട്രേറ്റ്, പ്രഫുല്ല ചന്ദ്ര റേ, ഇന്ത്യൻ സയൻറ്റിസ്റ്റ്. നെക്സ്റ്റ്, ISROയുടെ വിപണന വിഭാഗമാണ്. അത് ISROയുടെ ബഹിരാകാശ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആഭ്യന്തര അന്തർദേശീയ ഉപഭോക്താക്കൾ വിപണനം ചെയ്യുന്നു. ആൻസർ ഓപ്ഷൻ ബി ആൻട്രിക്സ്. നോക്കാം. ANTRIX ISROയുടെ വിപണന വിഭാഗമാണ് ഇത് ആൻട്രിക്സ്. അത് ISROയുടെ ബഹിരാകാശ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആഭ്യന്തര അന്തർദേശീയ ഉപഭോക്താക്കൾ വിതരണം ചെയ്യുന്നതാണ് ആൻട്രിക്സ് ISRO. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ് അല്ലാത്തത് ഏതാണ്? ജല ഊർജ്ജം, ജിയോ താപോർജ്ജം, പ്രകൃതിവാതക ഊർജ്ജം, ബയോമാസ്. ആൻസർ ഏതാണ്? പ്രകൃതിവാതക ഊർജ്ജം. അല്ലാത്തത് ഏതാണ്? പ്രകൃതിവാതക ഊർജ്ജം. പുനരുപയോഗിക്കാവുന്ന ഒരു സ്രോതസ് അല്ലാത്ത ഏതാണ്? പ്രകൃതിവാതക ഊർജ്ജം. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജം അല്ലാത്തത് പ്രകൃതിവാതക ഊർജ്ജം. ഹരിതഗൃഹവാതക ഉദ്യമനത്തിൻ്റെ പ്രധാന പങ്ക് ഡാഷാണ്. ഹരിതഗൃഹവാതക ഉദ്യമനത്തിൻ്റെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന പങ്ക് ആർക്കാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്. ആൻസർ ഏത് വരുന്നത്? പ്രധാന കാരണം CO2, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? CO2 കൂടുമ്പോൾ ചൂട് കൂടുന്നു, അങ്ങനെ ഹരിതഗൃഹവാതകം ഉണ്ടാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡാണ് CO2. താഴെ പറയുന്നവയിൽ സുസ്ഥിര വികസനത്തിൻ്റെ പ്രധാന ഘടകമല്ലാത്തത് ഏതാണ്? സുസ്ഥിര വികസന പഞ്ചവത്സര പദ്ധതിയോടെ പോയി. താഴെ പറയുന്നവയിൽ സുസ്ഥിര വികസനത്തിൻ്റെ പ്രധാന ഘടകം അല്ലാത്തത് ഏതാണ്? കാലാവസ്ഥാ വ്യതിയാനം, സാമ്പത്തിക വളർച്ച, സാമൂഹ്യ ഉൾപ്പെടുത്തൽ, പരിസ്ഥിതി സംരക്ഷണം. ആൻസർ ഏതാ വരിക? അല്ലാത്തത് ഏതാണ്? കാലാവസ്ഥാ വ്യതിയാനം. സുസ്ഥിര വികസനത്തിൻ്റെ പ്രധാന ഘടകമല്ലാത്തത് കാലാവസ്ഥാ വ്യതിയാനം അല്ലേ? അപ്പോൾ ആകുന്നത് നമുക്ക് നോക്കാം. സാമൂഹ്യ ഉൾപ്പെടുത്തലും സാമ്പത്തിക വളർച്ചയും പരിസ്ഥിതി സംരക്ഷണവും അല്ലേ? 3 പേരും ചേരുന്നുണ്ട്. കാലാവസ്ഥ വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മാത്സ് ആണ്. ചെയ്ത് തന്നെ നോക്കണം. നമ്മൾ ഇതിൻ്റെ ആൻസർ പറഞ്ഞ് പോയിട്ട് ആൻസർ മാർക്ക് ചെയ്ത് പോവാം. 51 എന്ന് പറഞ്ഞപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 52ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്തവരുണ്ടായിരിക്കുമല്ലോ. 53 ഓപ്ഷൻ ബി ആണ് ആൻസർ. 54 ഓപ്ഷൻ ബി. 55ൻ്റെ ആൻസർ ഇത് ഫൈനൽ ആൻസർക്ക് പ്രകാരമുള്ളതാണ്. 56ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 57 ഓപ്ഷൻ ഡി. 58 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 59 ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇത് കാണാൻ പഠിക്കാൻ പറ്റിയ കാര്യമല്ലല്ലോ അല്ലേ? 60 എന്ന് പറയുമ്പോൾ ഡി ആണ് വന്നേക്കുന്നത്. 61 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ. 62 ബി ആണ്. 63 ഇത് ചെയ്യാൻ പറ്റും. 63 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 64 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 65 ഓപ്ഷൻ ഡി. 66 നോക്കാം.
ഓപ്ഷൻ എ 67, ഓപ്ഷൻ ബി 68, ഓപ്ഷൻ ഡി 69, ഓപ്ഷൻ എ 70 എന്ന് പറയുമ്പോഴത് ഓപ്ഷൻ ബി ആണ് വരിക. അടുത്ത ഇംഗ്ലീഷ് നോക്കാം. യൂസ് ദ റൈറ്റ് ജെറൻഡ് ജെറൻഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഹിസ് ഡാഷ് ഏർലി ഇൻ ദ മോർണിംഗ് ഹെൽപ്ഡ് ഹിം സ്കോർ വെൽ. ഹിസ് ഡാഷ് ഏർലി ഇൻ ദ മോർണിംഗ് ഹെൽപ്ഡ് ഹിം സ്കോർ വെൽ. ഓപ്ഷൻസ് ടു റൈസ്, റൈസിങ്, ഹാവിങ്, റൈസൺ. ആൻസർ ഏതാണ് വരിക? ആൻസർ ഓപ്ഷൻ സി റൈസിങ്. ജെറൻഡാണ് ഉപയോഗിച്ചത്, ING ഫോം ജെറൻഡ്. His rising early in the morning helped him score well. Next, select the phrase from the sentence that contains an infinitive. She went to the store to get some bread. She went to the store to get some bread. Select the phrase from the sentence that contains infinitive. Infinitive ഉള്ളത് ചേർക്കാനാണ്. Options to get, no infinitive, some bread, to the store. ചോദ്യം she went to the store to get some bread. അതിനകത്തുള്ളത് ഇൻഫിനിറ്റീവ്. ടു സെലക്ട് ദ ഫ്രേസ് ആണ് സെലക്ട് ചെയ്യുക, ഫ്രം സെൻറ്റൻസ് ആണ്. അതിലൊരു ഇൻഫിനിറ്റീവ് ഉണ്ടായിരിക്കണം. ആൻസർ ഓപ്ഷൻ എ, ടു ഗെറ്റ് ആണ് വരിക. ടു ഗെറ്റ്, അതാണ് അവിടുത്തെ ഫ്രേസ് വന്നത്, ടു ഗെറ്റ്. നെക്സ്റ്റ് വന്നത് ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദി ഓക്സിലറി വെർബ് ദാറ്റ് എഗ്രീസ് വിത്ത് ദ സബ്ജക്റ്റ്. കറക്റ്റ് ഫോം ഓഫ് ദി ഓക്സിലറി വെർബ് നോക്കുക, സബ്ജക്റ്റുമായിട്ട് എഗ്രി ചെയ്യുന്നത് നോക്കാൻ. ചോദ്യം ദി ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ടു യു ഡാഷ് റോ. കറക്റ്റ് ഫോമിലുള്ള ഓക്സിലറി വെർബാണ് നമുക്ക് നോക്കേണ്ടത്. അത് സബ്ജക്റ്റുമായിട്ട് എഗ്രി ചെയ്തിരിക്കണം. ആൻസർ ദ ഇൻഫർമേഷൻ പ്രൊവൈഡ് ടു യു ഡാഷ് റോങ്. ആൻസർ ഇത് വരുന്നുണ്ട്. ആൻസർ വാസ് റോങ്. ഇൻഫർമേഷൻ പ്രൊവൈഡ് ടു യു വാസ് റോങ് ആണ്. ഇൻഫർമേഷൻ പ്രൊവൈഡ് ടു യു വാസ് റോങ് ആണ്. അടുത്തത് ചൂസ് ദ റൈറ്റ് പ്രൊപ്പോസിഷൻ. ഐ ആം ഗുഡ് ഡാഷ് ലോൺ ടെന്നീസ്. ഐ ആം ഗുഡ് ഡാഷ് ലോൺ ടെന്നീസ്. എബൌട്ട്, ഇൻ, അറ്റ്, ഓഫ് ഉണ്ട്. ഐ ആം ഗുഡ് ഡാഷ് ലോൺ ടെന്നീസ്. പ്രൊപ്പോസിഷൻ ഏത് വരും? അറ്റ് ലോൺ ടെന്നീസ്. ഗുഡ് അറ്റ് ലോൺ ടെന്നീസ്. ഗുഡ് അറ്റ് ലോൺ ടെന്നീസ്. നെക്സ്റ്റ് ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസസ് ദ സെൻറ്റൻസ് ദാറ്റ് ഇൻ ട്രാൻസ്ഫോംഡ് വോയിസ്. ആക്റ്റീവ് ഓർ പാസീവ്. ആക്റ്റീവ് അല്ല പാസീവ് വോയിസിലേക്ക് ആക്കാൻ, പാസീവാണ് ആക്റ്റീവ് വോയിസിലേക്ക് ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഹീ ഈസ് റൈറ്റിംഗ് ദ ബുക്ക്. ഹീ ഈസ് റൈറ്റിംഗ് ദി ബുക്ക് അല്ലേ, അത് ആക്റ്റീവ് വോയിസ് ആണ്. അപ്പോൾ അതിനെ പാസീവ് വോയിസിലേക്ക് ആക്കാം. ഹീ ഈസ് റൈറ്റിംഗ് ദി ബുക്ക്. ആൻസർ ദ ബുക്ക് ഹാസ് ബീൻ റിട്ടൺ ബൈ ഹിം. ദ ബുക്ക് ഈസ് ബീങ് റിട്ടൺ ബൈ ഹിം. ദ ബുക്ക് ഈസ് റിട്ടൺ ബൈ ഹിം. നോക്കുക, അവിടെ റൈറ്റിംഗ് ആണ് വന്നേക്കുന്നത് അല്ലേ. ഈസ് റൈറ്റിംഗ് ആണ് വന്നേക്കുന്നത്. അത് വെച്ച് നമുക്ക് നോക്കാം. ആൻസർ ഏതാണ് വരിക? ദ ബുക്ക് ഈസ് ബീങ് റിട്ടൺ ബൈ ഹിം. ഇവിടെ ഈസ് റൈറ്റിംഗ് വന്നു. നോക്കാം, അപ്പോഴാണ് എന്ത് വരിക? ഈസ് ബീങ് റിട്ടൺ വരിക. ഈ റൈറ്റിംഗ് വരുമ്പോൾ ബീങ് കൂടെ ചേർക്കുന്നു. ഈസ് ബീങ് റിട്ടൺ. ഈസ് റൈറ്റിംഗ് അങ്ങാണ് ഈസ് ബീങ് റിട്ടൺ ആയിട്ട് മാറി. ദ ബുക്ക് ഈസ്, ഇത് പുറത്തോ അല്ലേ, തിരിഞ്ഞു വരും. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ദ ബുക്ക് ഈസ് ബീങ് റിട്ടൺ ബൈ ഹിം. ദ ബുക്ക് ഈസ് ബീങ് റിട്ടൺ ബൈ ഹിം. ഈസ് റൈറ്റിംഗ് എങ്ങനെയായിട്ട് മാറുന്നു? ഈസ് ബീങ് റിട്ടൺ ആയിട്ട് മാറുന്നു. ദ ബുക്ക് ഫസ്റ്റ് ഇല്ല. ദ ബുക്ക് ഈസ് ബീങ് റിട്ടൺ ബൈ ആരാണ്? ആരാൽ, ഹിം. ദ ബുക്ക് ഈസ് ബീങ് റിട്ടൺ ബൈ ഹിം. തിരിച്ചിടുക. സിമ്പിളായിട്ടും ചെയ്യാവുന്ന ആക്ടിവിറ്റീസ് ആയിരുന്നു അത്. ഇനി കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് ദ റൈറ്റ് ഫ്രേസൽ വെർബ്. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് ദി റൈറ്റ് ഫ്രേസൽ വെർബ്. റൈറ്റ് ഫ്രേസൽ വെർബാണ് ഫ്രേസൽ വെർബ്. ദ മീറ്റിംഗ് ഹാസ് ബീൻ പുട്ട് ഡാഷ് ടിൽ ടുമാറോ. ദ മീനിങ് പോസ്റ്റ്പോൺ ചെയ്തെന്ന് അർത്ഥം വരണം. ദ മീറ്റിംഗ് ഹാസ് ബീൻ പുട്ട് ടിൽ ടുമാറോ. അപ്പോൾ പുട്ട് വരുന്ന ഒരു ഫ്രേസൽ വെർബ് വരിക. ഫ്രേസൽ വെർബ് പുട്ട് ചേർത്ത് വരുന്നതാണ്. ബാക്കി പ്രപ്പോസിഷൻ താഴെയുണ്ട്. പോസ്റ്റ്പോണിൻ്റെ മീനിങ്ങും വരണം. ദ മീറ്റിംഗ് ഹാസ് ബീൻ പുട്ട് ഡാഷ് ടിൽ ടുമാറോ. ആൻസർ പുട്ട് ഓഫ്. പുട്ട് ഓഫ് ടുമാറോ. പുട്ട് ഓഫ്, ഓഫാണ് വരിക. പുട്ട് ഓഫ് ടിൽ ടുമാറോ. പോസ്റ്റ്പോണിൻ്റെ മീനിങ്. നെക്സ്റ്റ് റീപ്ലേസ് ദ അണ്ടർലൈൻ ടെക്സ്റ്റ് വിത്ത് ദ കറക്റ്റ് ഇഡിയംസ് ഓർ ഫ്രേസ് ഗിവൺ ഇൻ ദ ഓപ്ഷൻസ്. ദ പോലീസ് ഓഫീസർ ലെഫ്റ്റ് നോ സ്റ്റോൺ unturned in his search for the serial killer. Left no stone unturned. Left no stone unturned. അതിൻ്റെ ഫ്രേസ് അല്ലേ, ഇഡിയം നോക്കുക, എന്താ സംഭവം നോക്കുക. അണ്ടർലൈൻഡ് ടെക്സ്റ്റിൻ്റെ അകത്ത് കറക്റ്റ് ഇഡിയംസ് കൊടുക്കുക, ഫ്രേസ് കൊടുക്കുക എന്ന് പറഞ്ഞേക്കുന്നത്. ബിഹേവ് സ്മാർട്ട്ലി, കണ്ടക്ട് സിൻസിയർലി, വേസ്റ്റിംഗ് ടു ടൈം, ട്രൈ എവരി പോസിബിൾ വേ. ഇതിൽ ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേൺഡ് അതിൻ്റെ ഒരു ഫ്രേസ് കറക്റ്റ് ഇഡിയം കൊടുക്കുക എന്നുള്ളതാണ്. ഇടി കൊടുക്കാറില്ല, കറക്റ്റ് ഇഡിയം അല്ലേ, പഴഞ്ചൊല്ല് പോലെ.
ഇത് പിന്നെ ട്രൈ എവരി പോസിബിൾ വേ. ഇത് പഠിക്കണം, കാണാതെ പഠിച്ചൊരു വെച്ച് കിട്ടും. ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേൺഡ് പറഞ്ഞാൽ ട്രൈ എവരി പോസിബിൾ വേ, എല്ലാ വഴിയിലൂടെ അല്ലേ. നോ സ്റ്റോൺ അൺടേൺഡ്, നോ സ്റ്റോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇഡിയം പോലെ എന്താണ്, ട്രൈ എവരി പോസിബിൾ വേ, എല്ലാ വഴിയിലൂടെയും ട്രൈ എവരി പോസിബിൾ വേയിലൂടെയും ട്രൈ ചെയ്യുക. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഫോർ ദി ഗിവൺ സെൻറ്റൻസ്. ചോദ്യം, ഡൽഹി ഈസ് ബാഡ് ദാൻ മുംബൈ ഇൻ ടേംസ് ഓഫ് പൊല്യൂഷൻ. ഈസ് ബാഡ് ദാൻ, ചൂസ് ദ കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഫോർ ദി ഗിവൺ സെൻറ്റൻസ്. ഡൽഹി ഈസ് ബാഡ് ദാൻ മുംബൈ ഇൻ ടേംസ് ഓഫ് പൊല്യൂഷൻ. ഏതാണ് കറക്റ്റ് വരിക എന്നുള്ളത് നോക്കണം നമ്മൾ. ഇതാണ് വരിക. ഇത് ഡൽഹി ഈസ് വേഴ്സ് ദാൻ മുംബൈ ഇൻ ടേംസ് ഓഫ് പൊല്യൂഷൻ. ഈസ് ബാഡ് ദാൻ, ബാഡിൻ്റെ കമ്പാരിറ്റീവ് ഫോം ഏതാണ്, വേഴ്സ് ആണ് അല്ലേ. ഡൽഹി ഈസ് വേഴ്സ് ദാൻ മുംബൈ ഇൻ ടേംസ് ഓഫ് പൊല്യൂഷൻ. അടുത്തത്, ചൂസ് ദ ബെസ്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി അണ്ടർലൈൻഡ് ഫ്രേസ് ഇൻ ദി സെൻറ്റൻസ്. ബെസ്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി അണ്ടർലൈൻഡ് വേർഡ്. ചൂസ് ചെയ്ത് നോക്കാം. വി ഹാവ് ബോട്ട് എ ന്യൂ സോയിങ് മെഷീൻ ദാറ്റ് ക്യാൻ ഈസിലി ബി ക്യാരിഡ് എവരിവെയർ അല്ലേ. അണ്ടർലൈൻഡ് വേർഡ് അപ്പോൾ ഏതാണ്, ക്യാൻ ഈസിലി ബി ക്യാരിഡ് എവരിവെയർ, എവിടെ വേണമെങ്കിലും ഈസിലി കൊണ്ടുപോകാം. അതിൻ്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് വേണ്ടത്. അപ്പോൾ ഏത് വരും, ക്യാൻ ഈസിലി ബി ക്യാരിഡ്, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഒറ്റ വാക്ക് വേണം എഴുതാനായിട്ട്. ആൻസർ പോർട്ടബിൾ ആണ് അല്ലേ. പോർട്ടബിൾ കുറച്ചറിയാം, പോർട്ടബിൾ എല്ലാവർക്കും അല്ലേ, പോർട്ടബിൾ. നെക്സ്റ്റ്, ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ് ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഓപ്പോസിറ്റ് ഇൻ ദ മീനിങ് ടു ദി അണ്ടർലൈൻഡ് വേർഡ്. ഓപ്പോസിറ്റ്, ദ വേൾഡ് മസ്റ്റ് റിയലൈസ് ദ ഫ്യൂട്ടിലിറ്റി ഓഫ് വാസ്. ഫ്യൂട്ടിലിറ്റി അല്ല, ഫ്യൂട്ടിലിറ്റി ഓഫ് വാസ്. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ് ആൻസർ യൂസ്ഫുൾനെസ്. ആൻസർ അതാണ് യൂസ്ഫുൾനെസ്. യൂട്ടിലിറ്റി യൂസ്ഫുൾനെസ്. നെക്സ്റ്റ്, ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദി അണ്ടർലൈൻഡ് വേർഡ്. മീനിങ് നിയറസ്റ്റ് ആയിരിക്കണം. വിറ്റുപറേറ്റോ. ഓക്കെ, ദ വുമൻസ് ഹസ്ബൻഡ് ടെൻസ് ടു വിറ്റുപറേറ്റ് ഹർ വെൻ ഹി ഡ്രിങ്ക്സ്. ഇതിൻ്റെ നിയറസ്റ്റ് മീനിങ് വരുന്നത് എഴുതാം അല്ലേ. ആൻസർ അബ്യൂസ്. Next, fill in the blanks with the appropriate words given in the option so that the sentence appears to be in the correct form of tense വരണം. correct form tense വരണം. The flight dash before we reached the airport. The flight dash before we reached the airport. അറിയാമല്ലോ അപ്പോൾ എന്താ അല്ലേ, ചിലതിന് മുമ്പ് ഫ്ലൈറ്റ് പോകാം അല്ലേ, പോയി എന്നുള്ള അർത്ഥം വേണം വരാൻ. ആൻസർ will have taken off. The flight will have taken off before we reach the airport. Will have taken off, we reach the airport. Will have taken off. So the following is correctly spelled. Correct spelling ഏതാണ്? Trespass. B ആണ് ശരി. Trespass. T-R-E-S-P-A-S-S. Trespass. T-R-E-S-P-A-S-S. അടുത്തത്, choose an appropriate question tag and fill in the blank. Question tag, he is never late for the class. നെവർ വന്നപ്പോൾ നോട്ടുണ്ട് അല്ലേ അവിടെ, അപ്പോൾ നോട്ട് പിന്നെ ടാഗിൽ വേണ്ട. ഓക്കെ, ആൻസർ ഇത് വരും ഈസ് ഹി അല്ലേ. ഏതാ വരുന്നത്, ഈസ് ഹി. ഇവിടെ ഈസ് വന്നിട്ടുണ്ട്, അപ്പോൾ ഈസ് മതി, ഈസ് ഹി തിരിച്ചിട്ടാൽ മതി. ഓക്കെ, ഈസ് ഹി. നെക്സ്റ്റ് വരുന്നത്, ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഫെമിനൈൻ ഫോം ഓഫ് ഹോഴ്സ് from the following. Feminine form of horse from the following options. ഓപ്ഷൻസിൽ കോൾട്ട്, ഹോഴ്സസ്, മെയർ, ഷീ ഹോഴ്സ് എക്സെട്ര. ആൻസർ ഏതാ വരുന്നത്, മെയർ. ഹോഴ്സിൻ്റെത് ഫെമിനൈൻ ഫോം മെയർ എന്ന് വരും, M-A-R-E. നെക്സ്റ്റ്, fill in the blank with the appropriate collective noun. The farmer moved his dash of cows to higher ground to avoid the flood. Appropriate collective noun ചേർക്കുക. The farmer moved his dash of cows. Answer herd of cows. കളക്റ്റീവ് നോൺ ആണ് ഹേർഡ് ഓഫ് കൗസ്. കളക്റ്റീവ് നോണിൻ്റെ ലിസ്റ്റ് തന്നെ എടുത്തുനിന്ന് കാണാതെ പഠിക്കണം. ഹേർഡ് ഓഫ്
Choose the most appropriate form of indirect speech for the following sentence. He said, oh, it is bad weather, I can't drive. Indirect speech ചെയ്യാൻ അല്ലേ. He said, oh, it is bad weather, I can't drive. അവൻ പറഞ്ഞു എനിക്ക് ഇത് ബാഡ് വെതർ ആണല്ലോ, എനിക്ക് പറ്റില്ല ഡ്രൈവ് ചെയ്യാൻ. അത് നമ്മൾ മറ്റൊരാൾ പറയുന്ന പോലെ എഴുതണം എന്നുള്ളതാണ്. ഇതെല്ലാവർക്കും അറിയാം ഇങ്ങനെ പറയുമ്പോൾ. അപ്പോൾ ഇവിടെ എക്സ്ക്ലമേഷൻ ചിഹ്നമൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ എക്സ്ക്ലൈം തന്നെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതാ വരിക. He exclaimed with sorrow that it was a bad weather and he couldn't drive. It was a bad weather and he couldn't drive. ബാഡ് വെതർ ആണ്, ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മലയാളത്തിലാക്കിയിട്ടാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. He exclaimed with a sorrow that it was a bad weather and he couldn't drive. Next, choose the most appropriate word to fill in the blank. Those tablets are really dash, my headache is much better now. ആ ടാബ്ലറ്റ്സ് ആർ റിയലി ഡാഷ് ആണ്, മൈ ഹെഡേക്ക് ഈസ് മച്ച് ബെറ്റർ നൗ. എൻ്റെ ഹെഡേക്ക് ഇപ്പോൾ കുറച്ച് ബെറ്ററായി അല്ലേ. അപ്പോൾ ഇത് വരും എന്നുള്ളതാണ്. എഫിഷ്യൻ്റ് ആണോ, എഫക്റ്റീവ് ആണോ, സെൻസിറ്റീവ് ആണോ, എഫിക്കേഷ്യസ് ആണോ അല്ലേ. ആൻസർ ഇത് വരും എഫക്റ്റീവ്. റിയലി എഫക്റ്റീവ് ആണ്. ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദി ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഔട്ട് ഓഫ് ദി 4 ഓപ്ഷൻ. ഇത് വയാ മീഡിയ എന്ന് പറഞ്ഞതിൻ്റെ ഫോറിൻ വേർഡിൻ്റെ മീനിങ് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. വയാമി അതൊക്കെ കാണാൻ കുറച്ച് പഠിക്കാനുണ്ട്. ഓപ്ഷൻ ഡി ആണ് മിഡിൽ കോസ്. വയാ മീഡിയ മിഡിൽ കോസ്. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ക്യാൻ യു സ്പീക്ക് ഡാഷ് ഇൻ സ്പാനിഷ്. എ ആണോ ആനാണോ ആർട്ടിക്കിൾ ചേർക്കാം അല്ലെ. ക്യാൻ യു സ്പീക്ക് ഡാഷ് സ്പാനിഷ് വരുമ്പോൾ എന്ത് ചേർക്കണം. സ്പാനിഷ് ഭാഷയാണ്. അവിടെ എന്ത് വേണ്ട, ആർട്ടിക്കിൾസ് വേണ്ട. ക്യാൻ യു സ്പീക്ക് സ്പാനിഷ്. നെക്സ്റ്റ് മലയാളം. താഴെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്. പൂജക ബഹുവചനത്തിന് അല്ലാത്തത് ഏതാണ്. ആൻസർ ഓപ്ഷൻസ് അധ്യാപകർ, നിങ്ങൾ, മാരാർ, ശാസ്ത്രികൾ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്. ആൻസർ അധ്യാപകർ. അടുത്തത് നിങ്ങൾ എന്ന പദം പിരിച്ചെഴുതുക. എങ്ങനെ എഴുതും. നിങ്ങൾ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതും അല്ലേ. നിൻ പ്ലസ് കള്ളാണ് നിങ്ങൾ. ഒക്കെ പഠിക്കണം. നിൻ പ്ലസ് കള്ളാണ് നിങ്ങൾ. അതിഥിയെ സ്വീകരിക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം ഏതാണ്. അതിഥിയെ സ്വീകരിക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം ഏതാണ്. അതിഥിയെ സ്വീകരിക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം ആതിഥേയൻ. ഏതാണത്. ആതിഥേയൻ. ഏതാണ് ആതിഥേയൻ. അതിഥിയെ സ്വീകരിക്കുന്ന ആളാരാണ്. ആതിഥേയൻ. ആതിഥേയനാണ്. അതിഥിയെ സ്വീകരിക്കുന്ന ആൾ ആതിഥേയൻ ആണ്. അടുത്തത് ശരിയായ പദം കണ്ടെത്തുക എന്നാണ് ചോദ്യം. ആൻസർ ഖണ്ഡാകാരം കേട്ടോ. ഖണ്ഡാകാരം. ഇതെൻ്റെ ഈ വാക്ക് എനിക്കിതറിയില്ല. ഖണ്ഡാകാരം അറിയില്ലായിരുന്നു. ഖണ്ഡാകാരം ഉള്ളത് പറയാം. ശരിയായ പദം കണ്ടെത്തുക. ഡിക്ഷണറി നോക്കി എടുക്കണം. ഖണ്ഡാകാരം. ഈ ഇണ്ടായാണ് വന്നേക്കുന്നത്. ഖണ്ഡാകാരം. ഓപ്ഷൻ ബി. താഴെ തന്നിരിക്കുന്നതിൽ പുഞ്ച എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. പുഞ്ച ഓപ്പോസിറ്റ് വേണോ അതിൻ്റെത്. നഞ്ച. പുഞ്ചയും നഞ്ചയും. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗ പദം അല്ലാത്തത് ഏതാണ്. കീകടി, തപസ്സി, ചമിത്രി, ഖാദിനി. തപസ്സിയാണ് അല്ലാത്തത്. തപസ്വിനി എന്ന് വരും അല്ലേ. തപസ്സിനി നമുക്കറിയാം. അപ്പോൾ ഇത് നമുക്ക് എഴുതാൻ പറ്റും. തപസ്സി അല്ലാത്തത് ഏതാണ്. നെക്സ്റ്റ് ജംഗമ എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് കണ്ടെത്തുക. ജംഗമ എന്ന പദത്തിൻ്റെ ജംഗമ പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് നോക്കാം. ദത്തം, ഇങ്കം, ത്രസം, ചരം. അല്ലാത്തത് ഏതാ വരിക. ജംഗമം. ദത്തമാണല്ലോ, ബാക്കിയൊക്കെ ആണല്ലേ. ഇങ്കം, ത്രസം, ചരം, ജംഗമം. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ഘടകപദം ചേർത്തെഴുതുക. നാടകം വാചിക പ്രധാനമാണ്, കഥകളി അണുപോലും അതല്ല എന്നാണുള്ളത്. ഘടകപദം ചേർത്തെഴുതുക, കൂട്ടി യോജിപ്പിക്കുക. നാടകം വാചിക പ്രധാനമാണ്, കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ്. നാടകം വാചിക പ്രധാനമായിരിക്കെ കഥകളി അണുപോലും അതല്ലേ എന്നുള്ളതാണ്. നാടകം വാചിക പ്രധാനമായിരിക്കെ കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ്. യോജിപ്പിച്ചെഴുതുക എന്നുള്ളതാണ്.
അടുത്തത് നടക്കാൻ പ്രയാസമുള്ള വഴി. ഒറ്റപ്പദം അങ്ങോട്ട് പറഞ്ഞേ. നടക്കാൻ പ്രയാസമുള്ള വഴി. ഒറ്റപ്പദം എങ്ങനെ പറയാൻ പറ്റും? ദുർഗപഥം. പദം വഴി നമുക്കറിയാം, ദുർഗപഥം അല്ലേ, കഷ്ടപ്പാട് പറഞ്ഞു. ദുർഗപഥം. നടക്കാൻ പ്രയാസമുള്ള വഴി ദുർഗപഥം. ദുർഗപഥം, പഥികൻ, പദം, വഴി. പ്രസ്താവം, പ്രസ്ഥാനം എന്നിവയുടെ അർത്ഥം എന്താണ്? ഈ പ്രസ്താവം അല്ലേ, ഇപ്പോൾ പ്രസ്താവന നമ്മളെപ്പോഴും കാണാം. പ്രസ്താവന അല്ലേ, ഈ പ്രസ്താവന ശരിയതും ചോദിച്ചു മറ്റേ പ്രസ്താവന പഠിക്കുമ്പോൾ നമുക്കറിയാമല്ലോ. നോക്കാം, എന്നാൽ എത്താൻ നോക്കാം. ഓപ്ഷൻസിൽ പറച്ചിൽ, യാത്ര, കേൾവി, പ്രയോഗം, പിറവി, ഒഴുക്ക്, ആരംഭം, പുറപ്പാട്. പ്രസ്താവം. നോക്കാം ഏതാ ആൻസർ വരിക അല്ലേ? പറച്ചിലും പ്രസ്താവം. പറച്ചിൽ, പ്രസ്ഥാനം, യാത്ര, ആരംഭം, പുറപ്പാട്. ഈ 1ഉം 4ഉം ശരിയാണ് കേട്ടോ. 1ഉം 4ഉം ശരിയാണ്. പ്രസ്താവം 1, 4ഉം ശരിയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നെക്സ്റ്റ് ഒരു ബാക്കി 3 ക്വസ്റ്റ്യൻ പേപ്പറുണ്ട് അതിൻ്റെ കൂടെ ചേരുന്ന ഡിഗ്രി ലെവൽസിൻ്റെ 127 ബാറും 101 ബാറും അടുത്ത ദിവസങ്ങളിലായിട്ട് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബിങ്.